ഇസ്മുകൾക്ക് ഏകവചനം എന്നും ദ്വിവചനം എന്നും ബഹുവചനമെന്നും 3 തരം രൂപങ്ങളുണ്ട്. അൽ മുഫ്രദ് അഥവാ ഏകവചനം. ഏകവചനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നിനെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. അഥവാ ആ ഇസ്മുകൾ ഒരെണ്ണമാണ് ഉണ്ടാവുക. ഉദാഹരണമായി വലുതൻ എന്ന് പറഞ്ഞാൽ ഒരാൺകുട്ടി, ബിന്തുൻ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി. നാം ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ധാരാളം മുഫ്രദായ പദങ്ങളാണ്. ഭാഷകൾ സൗകര്യപ്രദമായി കൈകാര്യം ചെയ്യണമെങ്കിൽ ധാരാളം പദസമ്പത്ത് അനിവാര്യമാണ്. അതുകൊണ്ട് ധാരാളം ഇസ്മുകൾ നാം പരിചയപ്പെടേണ്ടതുണ്ട്. ഏതാനും ചില ഇസ്മുകളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.